ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വ്യാഴാഴ്ച ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും സ്കൂൾ പൂട്ടുകയാണ്. ഒരു സമാധാനമുള്ള ദിവസമാണ് കേട്ടോ. പരീക്ഷയ്ക്കുള്ള പഠിപ്പിക്കലും മക്കൾക്കായാലും ഞമ്മക്കായാലും ഒക്കെ തന്നെ ഒരു റെസ്റ്റ് ഇല്ലാത്ത ദിവസങ്ങളാണല്ലേ ഈ ഒരു കഴിഞ്ഞ ആഴ്ച. ഇപ്പോൾ ഇന്നത്തോടുകൂടെ തൽക്കാലം അതിനൊരു വിരാമമായി. ഇനിയിപ്പോൾ നാളെ ഓണപരിപാടിയാണ് സ്കൂളിലൊക്കെ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കാക്കനെ പറഞ്ഞേച്ച് കുറച്ച് നേരം കൊലായിലൊക്കെ ഇരുന്ന് കേട്ടോ. പിന്നെ വേഗം വന്ന് ചോറ് തിളപ്പിച്ച് വിട്ടാനുണ്ട്. ഇനി ദോശൻ്റെ മാവുണ്ട് ഇനി ഫ്രിഡ്ജിൽ. പിന്നെ ചട്നിക്കുള്ള തേങ്ങ പുറത്തെടുത്ത് വെച്ച് പിന്നെ മീനും വെള്ളത്തിലിട്ട് വെച്ച് കേട്ടോ. എന്നിട്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടേ. ഈ മഴയും വെയിലും എല്ലാം കൂടിയുള്ളൊരു കാലാവസ്ഥയെ രാവിലെ തിരക്കും എല്ലാം കൂടെ മുറ്റടിക്കലാട്ടോ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നൽ. നമ്മൾ മുറ്റടിച്ചിങ്ങോട്ട് ചില സമയത്ത് ഇങ്ങോട്ട് ആയി കിട്ടൂല അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ നമുക്ക് പണിയൊക്കെ കഴിഞ്ഞ് മോനെ സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയമാണെങ്കിൽ പിന്നെ ഒരു മടിയും വരും. ഇപ്പോഴാണെങ്കിൽ നിറച്ചും കാടും പുല്ലും ഒക്കെ തന്നെ ആണല്ലോ ഉണ്ടാവുക. അതുകൊണ്ടുള്ളൊരു മടിയും ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഒരു സൈഡ് ഭാഗത്തുനിന്ന് അങ്ങനെ അങ്ങോട്ട് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കി എല്ലായിടും അടിച്ച് കയറിയിട്ട് കാണിക്കാം കേട്ടോ. എല്ലാ സ്ഥലവും വൃത്തിയാക്കിയിട്ടുണ്ട്. ആവുമ്പോലൊക്കെ അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചെരുപ്പൊക്കെ ഒന്ന് നന്നാക്കി വെക്കാനുണ്ടാവും. അകം കൊലയൊക്കെ അടിച്ച് വരൽ ലാസ്റ്റാണ്. അപ്പോൾ ഞാൻ വേഗം ചായക്കുള്ള വെള്ളം വെച്ച് തേങ്ങ ചിരണ്ടി എടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. മീൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചത്. ഇനി പിന്നെ അത് മുറിക്കാൻ മടിച്ചിട്ട് വെള്ളത്തോടുകൂടെ തന്നെ ഫ്രിഡ്ജിലേക്ക് കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ കറി ഞാൻ പരിപ്പ് തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ പച്ചമുളക് കഴിഞ്ഞ് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഉപ്പേരിയിലേക്കും ചട്നിയിലേക്കും ഉള്ള പച്ചമുളക് എടുത്ത് ഇപ്പോൾ കറിയിൽ ഞാൻ തക്കാളിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വെച്ചു കേട്ടോ. എന്നാൽ പിന്നെ അത് അവിടെ നിന്ന് അങ്ങ് ആയിക്കോളല്ലോ. അപ്പോഴാണ് ഇപ്പോൾ ഇതിലേക്കും തേങ്ങ വേണമല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഒരു തേങ്ങയും കൂടെ പൊളിച്ചുകൊണ്ടോന്നേ. പിന്നെ റിച്ചുവിനുള്ള സോയാബീൻ പൊരിക്കാനിട്ടതിന് ശേഷം ഞാൻ വേഗം ഉപ്പേരിക്കുള്ള കേബേജ് അരിഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഫ്ലാസ്കിൽ വെള്ളം വെച്ചിരിക്കുന്നു. പിന്നെ അതാ ചട്നി റെഡിയാക്കിയിരിക്കുന്നു. അതുപോലെ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നമ്മൾ രണ്ട് കൈയും വെച്ചിട്ട് എങ്ങനെയൊക്കെയോ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ ഉപ്പേരിക്ക് അരിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ കഴുകലുള്ളത്. അതാണ് ഓട്ടക്കൊട്ടയിലിട്ടത്. അപ്പോൾ അതിൽ കഴുകിയിട്ട് പിന്നെ ഞാനിതാ മഞ്ഞൾപ്പൊടി ഒന്നും ഇടാതെ പച്ചമുളകും കറിവേപ്പിലയും കടുകും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ അങ്ങോട്ട് എടുക്കുക കേട്ടോ ചെയ്യുക. അതാണ് കാക്കക്കൊക്കെ ഇവിടെ ഇഷ്ടമുള്ളത്. അപ്പോൾ അതും അവിടെ റെഡിയായി. സിമ്മിലിട്ട് അങ്ങനെ വെച്ചാൽ അങ്ങനെ ആയിക്കോളല്ലോ. നമ്മൾ ഓരോന്നും അങ്ങനെ തുടങ്ങിയിട്ടാൽ പിന്നെ ബാക്കി ഗ്യാസ് അങ്ങ് നോക്കിക്കോളല്ലോ അല്ലേ. അടുപ്പത്തല്ലെങ്കിൽ പിന്നെ അത്ര പ്രശ്നമല്ല. സിമ്മിലിട്ടാൽ പിന്നെ നമുക്ക് അടുത്ത പണിയിലേക്ക് കടക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മക്കളൊക്കെ പോയിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ദോശയും കുറച്ച് ചട്നിയും എടുത്ത് കഴിച്ചു കേട്ടോ. കുറച്ച് കട്ടൻ ചായയും കുടിച്ചു. അപ്പോൾ എന്നാലേ ഉള്ളൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കിന് ഇതാ ഉപ്പേരി നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. പരിപ്പ് ഇതാ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ കാണിക്കുന്നത് പരിപ്പിൻ്റെ ഒരു വലിപ്പാട്ടോ. സപ്ലൈക്കോന്ന് വാങ്ങിയ പരിപ്പതിന് നല്ല വലിപ്പമുള്ള പരിപ്പാണ്. അപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങയും കൂടെ അരച്ചത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് കറി എത്ര വെച്ചാലും എൻ്റെ അങ്ങോട്ട് ശരിയാവില്ല. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് കളറും ആ ഒരു മുളകിൻ്റെതും തേങ്ങയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് പപ്പടം കൂടെ പൊരിച്ചെടുത്തു. ഇന്ന് നിധുവിനെ ഞാൻ സ്കൂളിലേക്ക് ആക്കി കൊടുക്കുന്നില്ല കേട്ടോ. ഏട്ടൻ്റെ മോന് പോകുന്നുണ്ട്. അപ്പോൾ ഓനെ ഞാൻ താഴോട്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അജും കൂടെ വണ്ടിയിൽ പോവാത്തതുകൊണ്ട് ഓന് ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്നവരെ ഫോണിലുള്ള ഗെയിം കളിയാണ്. മാറ്റി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ആ മൂടൊന്ന് ശരിയാക്കി എടുക്കണം. അങ്ങനെ ഓനെ ഞാൻ കയറ്റിയതിന് ശേഷം മീൻ കറിക്കുള്ളത് നോക്കുക. അപ്പം ഇന്ന് അത്യാവശ്യം കുറേ അയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് തോനെ കറി അങ്ങോട്ട് വെക്കാം. എന്നാൽ ഉള്ളി ഞാൻ എന്ത് ചെയ്തു, ചോപ്പറിലിട്ട് അങ്ങ് കട്ട് ചെയ്യുക. ഈ ചോപ്പർ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാനും ഇങ്ങനെ ഒരുപാട് ഉള്ളി അരിയേണ്ട സമയത്തൊക്കെ നല്ല ഉപകാരമാണ് കേട്ടോ. ഉപ്പേരികൾക്ക് അരയാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പം നാളെയും കൂടെ കറി വെക്കേണ്ടി വരില്ല കേട്ടോ. ഇവിടെ എല്ലാവരും മുളക് കറി ഒന്നും അങ്ങനെ കൂട്ടൂല കേട്ടോ. മീൻ കറി ആണെങ്കിൽ എല്ലാവരും അങ്ങനെ കൂട്ടൊന്നുമില്ല. കാര്യമായിട്ട് ഇക്കാക്ക എന്നാ കൂട്ടുക. പിന്നെ മോളൊക്കെ എപ്പോഴെങ്കിലും എന്തെങ്കിലും കറി കൂട്ടേണ്ട എന്തെങ്കിലും ദോശ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കറി എടുക്കലുള്ളൂ. അല്ലെങ്കിൽ ഇക്കാക്കക്ക് മാത്രം മതിയെ. ഞാൻ പിന്നെ കുറച്ച് കാലമായിട്ട് മീൻ കറിയൊക്കെ ഒഴിവാക്കിയതാട്ടോ. അങ്ങനെ കൂട്ടാറില്ലേ. അപ്പോൾ അതാ അത്യാവശ്യം ഉണ്ട്. ഞാനത് അവിടെ കലക്കി വെച്ചിട്ടുണ്ട്. എന്നതിന് ശേഷമാണ് മീൻ മുറിക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ കോരയുണ്ട് കുറച്ചെണ്ണം പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അയിലൊക്കെ മുറിച്ച് കറിയുമാക്കി കോര പൊരിച്ച് അതും വെച്ചു കേട്ടോ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഞാൻ കോര പൊരിക്കാറുള്ളത്. അതിനുശേഷം ഞാൻ നിധുവിനെ കൂട്ടുകയും ചെയ്യാം. ഓൻ്റെ സ്കൂളിൽ അരിയും വാങ്ങാനുണ്ട് കേട്ടോ. സ്കൂളിൽ നിന്ന് ഓണത്തിൻ്റെ ഇപ്പോൾ 2 ആൾ അരിയും വാങ്ങാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങുകയാണ്. അരിയൊക്കെ വാങ്ങി കാക്കൻ്റെ കൂടെ തന്നെ മോനെയും കൂട്ടി തിരിച്ച് വന്ന് ചോറൊക്കെ തിന്ന്. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.